അപ്പൊ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണോ ഇപ്പൊ ഈ ദേവസ്വം ബോർഡിന്റെ ഈ മലക്കം മറിച്ചില് ഇപ്പൊ ആണോ CPM വിശദീകരിക്കട്ടെ, അല്ലേ പറയണ്ടേ? എന്തായിരുന്നു പറഞ്ഞത്? 10 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല എന്നല്ലേ സഖാക്കന്മാർ നാട് നീളെ പറഞ്ഞിട്ട്. ഇപ്പൊ 10 അല്ല 11 വോട്ടിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അത് കറക്റ്റ് ആയിരിക്കും. 10 വോട്ടല്ല, ഇപ്പൊ 11 വോട്ട് കിട്ടാനാണെന്ന് തോന്നുന്നു. ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല നമ്മൾ. എന്തൊക്കെയായിരുന്നു ഇവിടെ മൈക്ക് കെട്ടി പറഞ്ഞത്? സ്വരാജിൻ്റെയൊക്കെ പഴയ പ്രസംഗങ്ങൾ എടുത്ത് കേട്ട് നോക്കണം. ഉളുപ്പിന് പോലും ഉളുപ്പ് തോന്നും. അമ്മാതിരി ഡയലോഗല്ലേ ഇവന്മാർ അടിച്ചുകൊണ്ടിരുന്നത്. 10 വോട്ടിന് വേണ്ടി ഞങ്ങൾ നിലപാട് മാറ്റില്ല, അയ്യപ്പൻ്റെ കല്യാണം കഴിച്ചു വിട്ടു, എന്തൊക്കെയായിരുന്നു ഡയലോഗ്. എന്നിട്ട് ഇപ്പം നാട് നീളെ നടന്ന് മാപ്പും പറഞ്ഞ് കണ്ടല്ലേ. ഇൻഹരിയർ നഗറാത്ത ജഗദീഷോട് പറഞ്ഞ് എന്നിട്ട് അവനും വീണു, വഴിയെ കൂടെ വീണവരെ പോയി വയറ്റിൽ കത്തിയും കുത്തി കയറിയപ്പോൾ സമാധാനമായല്ലോ എന്ന് പറഞ്ഞ് ലൈനിലായില്ലേ CPM ഇപ്പം, അല്ലേ? എന്നിട്ട് ജഗദീഷ് ഞാനിങ്ങനെ ആരും മുട്ടാറില്ല, ഞാൻ അവർ പറഞ്ഞപ്പോൾ മുട്ടി എന്ന് പറഞ്ഞ് പറവൂർ ഭരതനെ ഇടിച്ച് വീഴ്ത്തുന്നൊരു സീനുണ്ട്, അത് കണ്ടാൽ മതി. ഇപ്പോഴത്തെ CPMൻ്റെ അവസ്ഥ അതാ. അവരും വീണു, വഴിയെ കൂടെ പോയവരും വീഴ്ത്തി, വയറ്റിൽ കുപ്പിച്ചിലും കയറി എന്ന് പറഞ്ഞ അവസ്ഥയിലായില്ലേ. ഒരു ഇലക്ഷനുള്ള ഒരു സ്റ്റണ്ടിന്റെ ഒരു മുന്നോടി അത്രേ ഉള്ളൂന്നേ. ഇവർക്ക് എവിടെ നിലപാടുണ്ടായിട്ടുള്ളത്?